ഫ്രൈ ആണ്. റെസിപ്പി ഏട്ടൻ്റെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഫ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തൈര് എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് സോക്ക് ചെയ്ത് കൊടുക്കണം. സോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ സോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ സോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ നേരെ ഈ തൈരിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര സമയം വെക്കണം? ഇതൊരു 1/2 hour നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ശരിക്കും സത്യമുള്ള കാര്യം കേട്ടോ. ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തൈരിൽ 1 hour ഒക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സമയമില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 hour വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും. ചിലയിടത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ കഷ്ടപ്പെട്ട് കടിച്ച് പറിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ നമ്മൾ സോക്ക് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുവാണെന്ന്. ഇച്ചിരി നല്ല കട്ട തൈരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഇച്ചിരി അത്ര കട്ട ഇച്ചിരി കട്ടി കുറവാണ്, ഭയങ്കര അത്ര കട്ടിയില്ല. തൈരുണ്ടായിരുന്നില്ല. തൈര് ഞങ്ങൾ ഇവിടുത്തെ ശരിക്കും ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ ബാലൻസ് വന്ന ചിക്കനാണ്. ബോൺലെസ് കുറച്ച് പീസ് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. ശരിക്കും ബോൺലെസ് അല്ല, കുറച്ച് ഇടയ്ക്ക് 1-2 എല്ലും കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തിരിച്ചെടുക്കുമ്പോൾ ഒന്ന് കഴുകിയെടുക്കണം. ചെറുതായിട്ട് കഴുകിയെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഉപ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. ഉപ്പ് നന്നായിട്ട് പിടിക്കുക. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടണ്ട. കാരണം 1/2 മണിക്കൂർ പിന്നെ മസാലയുടെ ഉപ്പ് അതുകൊണ്ട് നോക്കി വേണം ഇടാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി. ഏട്ടാ ഇവിടെ ഉള്ളി എന്തൊക്കെ ഉണ്ടായിരുന്നു? വെളുത്തുള്ളി, ഇഞ്ചി, 2 ചുവന്നുള്ളി എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുവാണ്. അപ്പോഴേക്കും ഞാനിവിടെ നമ്മുടെ ചിക്കൻ നമ്മൾ തൈരിൽ വെച്ച് സോക്ക് ചെയ്തത് ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് മസാലയുടെ കൂട്ടം നോക്കാം. ആദ്യം കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇടിച്ചെടുത്തുകൊണ്ട് അതാദ്യം നമുക്കിത് ചെറിയ ഉള്ളി ഇട്ട് പറഞ്ഞില്ല. ചെറിയ ഉള്ളി ഉണ്ട്, അത് മറന്നുപോയി. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കുവാണേ. ഇനി ഈ ബാറ്ററിൽ നമ്മൾ ചിക്കൻ കുറച്ച് സമയം പുരട്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതൊരു മീഡിയം എരിവായിരിക്കും ഇതിന്. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ മതി, കൂടുതലായതിൻ്റെ കുത്തലും. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലോർ, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മൈദ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി. ഇതിലേക്കൊരു 1/2 നാരങ്ങയുടെ നീര് കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടിലേക്ക് നേരത്തെ കുറച്ച് കോൺഫ്ലോർ, മൈദ, അരിപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഒരു നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ അരിപ്പൊടി നമ്മൾ ഇടുമ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അരിപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കട്ടിയായി പോകും, ബാറ്റർ കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി ഇടുമ്പോൾ സൂക്ഷിച്ചിടണം, കുറച്ച് ഇടാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ടിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലക്കൂട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തൈരൊക്കെ കഴുകി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോകും. ഇങ്ങനെ നല്ലൊരു ഡ്രൈ ആയിട്ട് ഇരിക്കണം, എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മുളക് പൊടി ഇച്ചിരി കുറവാന്ന് തോന്നുന്നല്ലേ? മുളക് പൊടി കളർ ഇച്ചിരി കുറവുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കണം. എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി അത്ര. ഇച്ചിരി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ഇത് സോക്ക് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മൾ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അതായാലും മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ മറു സൈഡ് മറച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് കോരുകയാണ്. കോരി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ നോക്കി നല്ല കറുമുറ എന്നുള്ള ചിക്കൻ ഫ്രൈ ആണ് റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം കഴിക്കാൻ നമ്മളൊരു മയണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇപ്പം നമ്മൾ കാണിച്ചിട്ടില്ല, അത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞങ്ങളൊന്ന് തൽക്കാലം ഇതൊന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കാണുന്ന മണി കൂടെ ഒന്ന് അമർത്തി വിടുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.